ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അരിപ്പൊടിയും ക്യാരറ്റൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഈ ഒരു പലഹാരം നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത് ആവിയിലാണ് കേട്ടോ. വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇത്. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റിയുള്ള ഒരു പലഹാരമാണ്. ഈ ഒരു പലഹാരം നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഒരിക്കലും അറിയില്ല കേട്ടോ കഴിക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ല കളർഫുള്ളാണ്. വേറെ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കാം കേട്ടോ. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റാണ് കേട്ടോ. ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ 2 എടുക്കുക. ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കിയിട്ട് ചെറുതായി കട്ട് ചെയ്തതാണ്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നമ്മൾ വേവിച്ചിട്ടൊന്നുമില്ല കേട്ടോ, പച്ചക്കന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പഞ്ചസാര ഒരു പാകത്തിനുള്ളൊരു മധുരമുള്ളൂ. ഒരുപാട് മധുരം വേണമെങ്കിൽ 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുക. നമ്മൾ 1/2 കപ്പ് ചേർത്താൽ തന്നെ നമ്മൾ ചായയുടെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ ഒരു പാകത്തിനുള്ള മധുരമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട, ഒരു 1/4 കപ്പ് മാത്രം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതായത് ഇതൊന്ന് അരച്ചെടുക്കാൻ പാകത്തിന് മാത്രം. ഒരുപാട് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒരു ക്യാരറ്റൊന്നും അരിഞ്ഞ് കിട്ടൂല. ഇപ്പോൾ അതാ പാലും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ പീസുകളുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അരച്ചെടുക്കണം. 1-2 ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് അരിപ്പൊടി എടുക്കുന്നത് വറുത്തതോ വറുക്കാത്തതോ ഏത് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ എടുക്കുന്ന അരിപ്പൊടി നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, അത് വേണ്ടിട്ട് എടുക്കാൻ. പിന്നെ ആ 1 കപ്പിന് തന്നെ 1/4 കപ്പ് കോൺഫ്ലവറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ 1 കപ്പിന് 1/2 കപ്പോളം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആദ്യം ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാലിന് പകരം നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ചേർത്തിട്ട് തയ്യാറാക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് പാൽ ചേർത്തിട്ട് തയ്യാറാക്കുമ്പോഴാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പലഹാരത്തിൽ നമ്മൾ മുട്ടയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. കേക്കിൻ്റെ രൂപത്തിലാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ മുട്ടയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ട് അടിച്ചെടുത്തപ്പോൾ ഇതുപോലെ തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് 1/2 കപ്പും കൂടെ പാൽ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് മിക്സിയിൽ തന്നെ വെച്ച് ഒന്ന് അടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ അതാ ഞാൻ അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു ബാറ്റർ വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി. ഒരുപാട് ലൂസുമല്ല എന്ന് ഒരുപാട് തിക്കുമല്ല കേട്ടോ. ഇതുപോലെ വേണം കിട്ടാൻ. ക്യാരറ്റ് ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നല്ല കളർഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വേറെ ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം വിനാഗിരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. 1 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക. കാരണം നമ്മളിതിൽ മുട്ട ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ എല്ലാ വശത്തും എത്തുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ചെറിയൊരു ബൗളിലേക്ക് ഇത്, അതായത് ഈ ഒരു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്തേക്കാണ്. എന്നിട്ടൊരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേ കട്ടകളൊന്നും ഇല്ലാതെ എല്ലാ വശത്തും ഒരേ രീതിയിലൊന്ന് യോജിച്ച് വരുള്ളൂ. ഇപ്പോൾ അതാ ആ ഒരു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ബാറ്ററിൽ യോജിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം വാനില എസൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ഇതിന് പകരം ഒരു 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വാനില എസൻസും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
അപ്പം നമ്മുടെ പലഹാരത്തിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ് ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ. ഇനി റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത് കേക്ക് ടിന്നിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിലും കുഴപ്പമില്ല, ഇനി സ്റ്റീലിൻ്റെ ചെറിയ ചെറിയ ബൗളുകളാണെങ്കിൽ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് ഏതിലാണോ ഉണ്ടാക്കാൻ താല്പര്യം അതിനനുസരിച്ച് ആ പ്ലേറ്റിൽ തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ആദ്യം തന്നെ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അത് ആ ഒരു ബാറ്റർ മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ആവി കയറ്റി എടുക്കുന്നത് വെച്ചെങ്കിൽ ആ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ വെള്ളം വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ തിളച്ചിട്ട് ആവി വരുന്ന സമയത്ത് വേണം കേട്ടോ ഇത് വെച്ച് കൊടുക്കാനും. ഇപ്പോൾ അതാ ഞാൻ ഇതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ, ഹൈ ഫ്ലെയിമിൽ. ഇപ്പോൾ അതാ ഏകദേശം നമ്മൾ അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ചെറിയ രീതിയിലൊന്ന് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് ഞാൻ ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പലഹാരത്തിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് വേണമെങ്കിൽ അതിലേക്കും ഇട്ട് കൊടുക്കുക കേട്ടോ, നട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ താഴ്ന്നു പോകും കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് ആവി കയറ്റിൻ്റെ ശേഷം ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നിൽക്കും. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 30 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേ നല്ല രീതിയിൽ ഉൾവശമൊക്കെ ഒന്ന് കുക്കായിട്ട് കിട്ടുള്ളൂ. ഞാനിവിടെ അടച്ച് വെച്ചിട്ട് ഏകദേശം 30 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പലഹാരത്തിൻ്റെ ഉൾവശം നല്ല രീതിയിൽ കുക്കായിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കുത്തി നോക്കാം കേട്ടോ. എല്ലാ വശത്തും ഒരേ രീതിയിലൊന്ന് കുത്തി നോക്കുക. പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴേക്കും റെഡി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് മാറ്റാം. ഇത് പുറത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ തണുത്ത് വരണം കേട്ടോ. അപ്പോഴേ ഉള്ളൂ ഈ ഒരു പാത്രത്തിൽ നിന്ന് ഇതൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. ഇപ്പോൾ അതാ ഏകദേശം ഒരു 10 മിനിറ്റ് നേരം പുറത്ത് വെച്ചപ്പോഴേക്കും നല്ല രീതിയിലും തണുത്ത് വന്നിട്ടുണ്ട്. നല്ല തണുത്ത് വരുമ്പോൾ ഇതിൻ്റെ സൈഡ് വശമൊക്കെ അങ്ങനെ വിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് ഇതെങ്ങനെ നാക്കിയെടുത്താൽ മതി. അപ്പോൾ തന്നെ ഇത് നല്ല രീതിയിലൊന്ന് വിട്ട് കിട്ടും. നമ്മളിത് സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ വിടിപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കൈ കൊണ്ട് ഇങ്ങനെ എല്ലാ വശം ഒരേ രീതിയിലാക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് വിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിവശം കണ്ട് ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നല്ലൊരു കേക്കിൻ്റെ പോലെ ഇരിക്കുന്നുണ്ട്. അതായത് നമ്മൾ മുട്ടയൊന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. മുട്ട കഴിക്കാത്തവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഇത് നല്ലപോലെ തണുത്തിട്ട് വേണം കേട്ടോ കഴിക്കാൻ, അപ്പോഴുള്ളൂ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പാകത്തിനുള്ളൊരു മധുരമുള്ളൂ കേട്ടോ. കൂടുതലായിട്ട് മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ കൂടുതലായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ അരിപ്പൊടിയും ക്യാരറ്റൊക്കെ വെച്ചിട്ട് പലഹാരം തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും തയ്യാറാക്കി നോക്കുക. ഒരു തവണ തയ്യാറാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.